ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്ര നമ്മളെ ഹോണ്ട ആക്റ്റീവ 60 വണ്ടിയാണ്. ഒരു 49,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 49,673 കിലോമീറ്റർ ഓടിയാണ്. അപ്പോൾ നമുക്ക് വണ്ടി ജനറൽ സർവീസിനായിട്ട് വന്നതാണ്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, ഫ്രണ്ട് സൗണ്ട്, പിന്നെ വാട്ടർ സർവീസ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്യേണ്ട കേസ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ്. വണ്ടി 49,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിന് CVT ക്ലച്ച്, അതേപോലെ തന്നെ ബ്രേക്ക്, എയർ ഫിൽറ്റർ ഡീറ്റെയിൽ ആയിട്ട്, അതേപോലെ എല്ലാ ഭാഗങ്ങളും തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ ബ്രേക്ക് ലൈനർ ഏറെക്കുറെ അതിൻ്റെ ഒരു 90% ഉപയോഗിച്ച് കഴിഞ്ഞാണ്. കാരണം ഇവിടെ അഡ്ജസ്റ്റിങ് വന്ന് നിൽക്കുന്നത് ഏകദേശം 3/4 ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യാനാണെങ്കിൽ പോലും ഒരു 2 ത്രെഡ് 3 ത്രെഡാണ് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടക്കില്ല. അപ്പോൾ ഓൾറെഡി നമുക്ക് അതിൻ്റെ ബ്രേക്ക് ലൈനർ മാറ്റി പുതിയതിടണമായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അതിൻ്റെ ഗിയർ ഓയിലൊക്കെ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ്. ബ്രേക്ക് ലൈനർ മാറ്റണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമ്മൾ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബ്രേക്ക് ലൈനർ മാറ്റിയിടാം. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാൽ, ചെക്ക് ചെയ്യപ്പനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് എയർ ഫിൽറ്റർ മാറ്റിയിടണം. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്റർ മാത്രം മാറ്റിയാൽ പോരാ, എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റിയിട്ട് വരാം കേട്ടോ. രണ്ടും കൂടി സെറ്റായിട്ട് നമുക്ക് മാറ്റണം. പിന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അത് നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം. അതിനകത്ത് CVT ക്ലച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓയിൽ ലീക്കേജോ, അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ഉള്ളിൽ പൊടിയുടെ പ്രസൻസ് കൂടുതൽ, അതായത് ഒരേമോ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി വണ്ടിയുടെ എഫിഷ്യൻസിനെ ബാധിക്കും അത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ആവശ്യമെങ്കിൽ ഗ്രീസ് ചെയ്യണം. കാരണം ഈ സൈഡ് ലൂബ്രിക്കേഷൻസ് മാനുവലായിട്ട് നമ്മൾ കൊടുക്കണം. അതായത് എഞ്ചിൻ ഓയിൽ പോലെ ഓയിൽ കാര്യങ്ങളല്ല, ഗ്രീസിംഗ് ആണ് നമുക്ക് കമ്പൽസറി ആയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് അയച്ചത്. അപ്പോൾ നമുക്ക് ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടാം. വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതിൻ്റെ ഈ റോളർ കാര്യം എന്ന് പറയുമ്പോൾ ചെറിയൊരു തേമാനം സൈഡ് തിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. എന്ന രീതി നമുക്കത് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. പരമാവധി യൂസ് ചെയ്യാം, പരമാവധി ഓടിയതിന് ശേഷം മാറ്റിയിട്ടാൽ മതി. പിന്നെ അതിൻ്റെ തന്നെ ഒരു ബുഷ് സെറ്റ് നമുക്ക് മാറ്റിയിടാം. കാരണം ഒരു പീസ് സെറ്റ് സ്ലൈഡ് എന്ന് പറയാം, പ്ലാസ്റ്റിക് ടൈപ്പാണ്. അപ്പോൾ അത് അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ. കാരണം അതല്ലെങ്കിൽ ഇത് കിടന്ന് ഓടുന്നതോറും പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതൽ. പൊട്ടിക്കഴിഞ്ഞാൽ ഈ വീല് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡാമേജിലേക്ക് വരും. ചെറിയൊരു തേമാനം ഇപ്പോൾ തന്നെ ഉണ്ട്, പക്ഷേ പരമാവധി നമുക്ക് ഉപയോഗിച്ച് തീരുന്ന ഒരു രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റൊക്കെ ആയാലും അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. തേമാനമൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള ഉള്ളൂ. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബെൽറ്റ് നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോണ്ടല്ലോ, ഈ സൈഡൊക്കെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെൽറ്റ് മാറ്റിയിടണമാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യം. കാരണം റബ്ബർ ടൈപ്പ് ബെൽറ്റാണ്. ഈ പറഞ്ഞ രീതിയിൽ ഏകദേശം ഒരു 20,000-30,000 ബെൽറ്റ് മാറ്റേണ്ടി വരും നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് പറഞ്ഞാൽ ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ അത് ഈ സൈഡിലത്തെ ഒരു ഓയിൽ സീൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്ക് ആ ഓയിൽ സീൽ മാറ്റിയിട്ടാം. കാരണം ആ ഓയിൽ സീൽ ലീക്കായിട്ട് താഴേക്ക് ഒഴുകി തുടങ്ങിയിട്ടില്ല, ആരംഭമാണ്. അപ്പോൾ നമ്മൾ അഴിച്ച് കാണുമ്പോൾ തന്നെ അത് മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. അത് നമ്മുടെ കൂട്ടത്തിലൂടെ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. എൻജിൻ ഓയിൽ മാറ്റുന്ന ടൈമാണ്. എൻജിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇതിൽ ഇരിക്കണേ. ഇപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തു. 12.90 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 9.15. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെയും ഈ പറഞ്ഞ രീതിയിൽ അഡ്ജസ്റ്റിങ് പരമാവധിയിൽ ആയി നിൽക്കാം. പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ബ്രേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറും നമുക്ക് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ ആയാലും പുതിയ ടയർ കിടക്കണേ. പിന്നെ അതിവിടെ നോക്കുമ്പോൾ ഈ ഫോർക്കിൻ്റെ സൈഡിൽ കാണുന്ന ചെളി പോലെ പിടിച്ചിരിക്കുന്നത് ഫോർക്ക് ഓയിലിൻ്റെ ലീക്ക് ആരംഭമാണ്. അപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ആ പൈപ്പ് മാറ്റിയിടേണ്ടതായിട്ട് വരും. പ്ലേറ്റിംഗ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഓയിൽ സീൽ ലീക്കേജ് കാണിക്കുന്നത്. അപ്പം ചെയ്യുമ്പോൾ ഫ്രണ്ട് അഴിച്ചു കഴിഞ്ഞാൽ 2 ഫോർക്കിൻ്റെയും കൂടി റിപ്പയർ ചെയ്യാൻ പറ്റാം. എന്നാലാണ് അത് ക്ലിയർ ആയിട്ട് നിൽക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അടുത്ത സൈഡ് ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്നുപോലെ കൂട്ടത്തിൽ ചെയ്തു പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറേ കൂടി ഓടിയതിന് ശേഷം മാറ്റുമ്പോൾ 2ഉം കൂടി അഴിച്ച് മാറ്റിക്കളയാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാം. അതനുസരിച്ച് നമുക്ക് ചെയ്യാം, ഒരു എസ്റ്റിമേറ്റൊക്കെ റെഡി ആക്കാം. അതും പ്രകാരം നമുക്ക് ആ വർക്ക് ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ പ്ലഗ് എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് തരണം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്കൊരു ഓവറോൾ എൻ്റെ ഒരു സർവീസുമായി ബന്ധപ്പെട്ട ഒന്ന് വർക്കുകൾ കേട്ടോ. പിന്നെ അതിനകത്ത് ഫ്രണ്ട് സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ചെറിയൊരു ജെർക്കിങ് ഫൈബർ ബോഡിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാം. അതല്ലാതെ കൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല.
പിന്നെ മീറ്ററിനകത്ത് തന്നെ ഒരു ഡിസ്പ്ലേ ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഫ്രണ്ട് എന്തെങ്കിലും അഴിക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ അതിൻ്റെ ഫൈബർ സംബന്ധമായിട്ടുള്ള വൈബ്രേഷൻ കുറേയൊക്കെ നമുക്കതൊന്ന് പരിഹരിക്കാം. 100% എന്തായാലും ക്ലിയർ ആവില്ല, എന്തായാലും കുറേയൊക്കെ നമുക്കതൊന്ന് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടേക്ക് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയുടെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് ഒന്ന് കൃത്യമായിട്ട് പറയണം. അതിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് ഞാൻ ഇടാം. ഇനി അതല്ല നെക്സ്റ്റ് കുറേ കൂടി ഓടിയതിന് ശേഷമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കിയാൽ മതി. എന്തായാലും അഴിച്ചു കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ രണ്ടും കൂടി ചെയ്യണം. അപ്പോൾ പരമാവധി ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി, നോക്കിയിട്ട് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.